എല്ലാവർക്കും മലർവാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വനിതാ സുനീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അത് ഒരു നോൺ വെജ് സ്നാക്കാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ബീഫ് ലോലിപോപ്പ് വിത്ത് ടൊമാറ്റോ കെച്ചപ്പാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ മറ്റുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു, വളരെയധികം സപ്പോർട്ട് ചെയ്തു. തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങളുടെ ഇതേ സപ്പോർട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ബീഫ് ലോലിപോപ്പ് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടാലോ. ഇപ്പോൾ ബീഫ് ലോലിപോപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഒരു ബൗൾ ബീഫ് ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് അത് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത്, കുഞ്ഞു കഷ്ണം സവാളയൊക്കെ മതി, ഒരു മുട്ട, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത്, ഓട്സ്, ഗരം മസാല. മുളകൊക്കെ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് മുളക് പൊടിയും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ചെറിയ സവാളയൊക്കെ ചെറിയ കഷ്ണം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ മധുരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ചെറിയ കഷ്ണം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകും. ഒരു പാത്രത്തിലേക്ക് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങ് അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വളരെ നൈസായിട്ട് സവാള അരിഞ്ഞ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുത്തു, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിയണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് പൊടിച്ചത് ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എടുത്ത ഗരം മസാല. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എരിവ് എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുക, എങ്കിലേ നന്നായിട്ട് അതെല്ലായിടത്തും ആകത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ കയ്യിൽ എണ്ണ തടവിയിട്ട് നന്നായിട്ട് ബോൾസാക്കി ഇതെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ബോളാക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊടിഞ്ഞു പോകും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബോൾസാക്കി എടുക്കുക. വളരെ ചെറുനാരങ്ങ വലുപ്പത്തിൽ ബോൾസാക്കി, നമ്മൾ ലഡുവിൻ്റെ ഒക്കെ അത്ര വലുപ്പത്തിൽ ആക്കിയെടുക്കുക, ബോൾസാക്കി എടുക്കുക. ഇതുപോലെ ചെറിയ ബോളുകളാക്കി വെച്ചിരിക്കുക. ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ ഈ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് നല്ല സപ്പോർട്ടൊക്കെ തന്നു. ഇനിയും തുടർന്നുള്ള വീഡിയോസിനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു നോൺ വെജ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ബോൾസാക്കി എടുക്കുക. ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് ബോണ്ട് ചെയ്തിരിക്കും.
ഞാനിവിടെ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ബ്രെഡ് ക്രംസ് എടുക്കുക, അത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഓട്സ് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഈ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക്, ഈ മിക്സിലേക്ക് ഇട്ടിട്ട് നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ രീതിയിൽ ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തിനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഇത് മുട്ടയിലേക്ക് മുക്കിയിട്ട്, മുട്ട പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ബൗളിലാക്കിയിട്ട് അത് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുക്കിയിട്ട് ഓട്സിൽ മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് ഇതിനകത്ത് പിടിക്കും. ഓട്സ് ഇച്ചിരി താമസമാണ് ഇത് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇതിൽ മുക്കി എടുത്തിട്ട് എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ട് ഇത് കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് ഇങ്ങനെ അടർന്ന് താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുക. കുറച്ച് ഇപ്പോൾ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യുക. എണ്ണ ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. കുറച്ചെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് വളരെ പതുക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം ഒരുമിച്ച് ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കണ്ട. കുറച്ച് എണ്ണ ഇട്ട് കൊടുത്താൽ മതി ആദ്യം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് അത്ര ഉള്ള എണ്ണ മതി. മുങ്ങി കിടക്കണ്ട, അത്ര ഒന്നും എടുക്കണ്ട. ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൻ്റെ താഴ്ഭാഗം ഇച്ചിരി ബ്രൗൺ കളറായി വരുമ്പോൾ മാത്രമേ ഇത് തിരിച്ചിടാനോ അല്ലെങ്കിൽ അത് അവിടുന്ന് അനക്കാനോ നോക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കുക. ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചിടാം. ഇതിൻ്റെ എല്ലാ ഭാഗവും തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതെല്ലാം നമുക്കെടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. എങ്കിലേ അതിൻ്റെ ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പം നല്ല ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടെ തയ്യാറാക്കാം. ടൊമാറ്റോ കെച്ചപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി, ഒരു ചെറിയ സവാള, ചെറിയ കഷ്ണം മുറിച്ചത്, ഉപ്പ്, ഗ്രാമ്പു 3-4 എണ്ണം, പഞ്ചസാര, വിനാഗിരി. അപ്പം ബീഫ് ലോലിപോപ്പും ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഗാർണിഷൊക്കെ ചെയ്ത് അതിൻ്റെ താഴെ ടൂത്ത് പിക്കൊക്കെ കുത്തി എല്ലാം റെഡിയാക്കി ലോലിപോപ്പാക്കി എടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ തക്കാളി കട്ട് ചെയ്ത് അതിനകത്ത് അരിയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്, കാശ്മീരി ചില്ലി പൗഡർ, ഇത് രണ്ടും ആവശ്യമാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, ചെറിയ കഷ്ണം സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് പാനിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക. ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു 3-4 എണ്ണം, തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വേവിച്ച് വെച്ചതെല്ലാം കൂടി തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് വേവിക്കണം. വേവിച്ചതിന് ശേഷം ഇത് അരച്ചെടുക്കണം. ഈ അരച്ച് വെച്ചിരിക്കുന്നത് അരിച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തു. അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ നമ്മളിട്ട് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമുണ്ടോ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഈ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്തതാണ്. 2-3 ദിവസം നമുക്ക് സൂക്ഷിക്കാം. കുറച്ച് എമൗണ്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിറവും കിട്ടും, അധികം എരിവുമില്ല. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളി റെസിപ്പിയും അതുപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.